ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. എന്റെ കയ്യിലൊരു കുപ്പി കണ്ടില്ലേ? എന്താണ് ഈ കുപ്പി എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ? ഇതൊരു സോഡ കുപ്പിയാ, 2 ലിറ്ററിന്റെ സോഡ കുപ്പിയായി. ഇതുകൊണ്ട് ഞങ്ങളൊരു സൂത്രം മാങ്ങ പറിക്കാൻ പോവുക. മാവ് വലുതായത് കൊണ്ട് മാങ്ങ കീറി പറിക്കാനൊന്നും കഴിയില്ല. അപ്പൊ നമുക്ക് അച്ചാറിടണം, കറി വെക്കണം, മീൻകറി ഇടണം, ഒക്കെ മാങ്ങ വേണം. മാങ്ങ പറിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ മാങ്ങ പറിക്കാൻ പോകുന്നത്. ഇതിന്റെ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഓരോന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ താഴെ വീഴാതെ മാങ്ങ നമ്മളെ കയ്യിൽ എങ്ങനെ കിട്ടുന്നത് ഈ കുപ്പി കൊണ്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അവി തന്നെ ഇതങ്ങ് കട്ടില്ല, ഇതങ്ങ് വലിച്ചില്ല, ഇതാദ്യം കളയാം. എന്നിട്ട് ഈ കുപ്പിന്റെ ഇതാ ഇങ്ങനെ ഒരു വര വരച്ച് ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ ഇങ്ങോട്ട് ചതുരത്തിൽ ഇങ്ങനെ ഒരു പീസ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എങ്ങനെയുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കട്ട് ചെയ്യട്ടെ. പീസ് ഇതിൽ വന്ന് കട്ട് ചെയ്തെടുത്തു. ഇതാ ഈ ഒരു പീസ്. വലിയ മാങ്ങയാണെങ്കിൽ ഈ പീസ് പോരട്ടെ. ഞങ്ങളുടെ ഒരു ഒത്ത മാങ്ങയാ പറിക്കാൻ പോകുന്നത്. മാങ്ങ ഞാൻ തൂങ്ങിക്കെടുക്കുമ്പോ ഇത് ഇവിടെ ഒരു വടി വെക്കുന്നുണ്ട് ഞങ്ങള്. അത് കഴിഞ്ഞ് ഇങ്ങനെ മാങ്ങയുടെ ഉള്ളിലേക്ക് തട്ടി ഇങ്ങനെ ഇടുക. നമ്മൾ ഇട്ടിട്ട് വലിച്ചിങ്ങിട്ടെടുക്കുക. അപ്പൊ അതിലേക്ക് വീഴും മാങ്ങ. അപ്പൊ മാങ്ങക്ക് ഒരു പോറൽ വേൽക്കൂര, താഴെ വീഴൂര, നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. എന്നാ വരുമ്പോ കാണാലോ. പിന്നെ നല്ലൊരു വടിയം കെട്ടിക്കൊടുത്ത് കുറച്ച് നീളല്ലേ. ഇനി പറിക്കാൻ പോവുക. മാങ്ങ അതിന്റെ ഉള്ളിലേക്ക് അങ്ങായാലും വലിക്കുക. 2 എണ്ണം അതിനുള്ളിലായി. ഇനിതാ വലിയ കുപ്പി ആയതുകൊണ്ടുള്ള ഗുണം എന്താ അറിയോ? വലിയ കുപ്പി ആയതുകൊണ്ടുള്ള ഗുണം 3 എണ്ണം കിട്ടും ഒന്നിച്ച്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ പുറത്ത് പോകൂല. അതാ അങ്ങോട്ട് വേറൊന്ന്. പറിച്ച് കഴിഞ്ഞു. കുപ്പിയിൽ ഒന്നുകൂടി ഉണ്ട്, അങ്ങ് എടുത്താട്ടെ. ഇത്രയും കിട്ടി. നമുക്ക് ഇതെല്ലാം ഇപ്പം പറിച്ചെടുത്തതാ. നല്ല വലിപ്പമുണ്ട്. അണ്ടി കൂടം കെട്ടാൻ ഒരുങ്ങുന്നുണ്ട്. ഇതോടെ നമുക്ക് തുറമാങ്ങി ഉണ്ടാക്കാം. അതിപ്പോൾ ഞങ്ങൾ അച്ചാറുണ്ടാക്കുന്നത്, അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഇതാ മാങ്ങ പറിച്ചു, പാത്രത്തിലാക്കി. ഇത് കേടുവരാത്ത നല്ല മാങ്ങയാ. മേലെ താഴെ വീണതല്ലല്ലോ, നമ്മൾ ഇങ്ങനെ കുപ്പിയോണ്ട് ഇങ്ങനെ പറിച്ചെടുത്താണല്ലോ. അപ്പൊ ഇതിന് കേട് വന്നിട്ടില്ല, ചതഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഇനി ഇതുകൊണ്ട് അച്ചാറുണ്ടാക്കണം. ഇതുകൊണ്ട് അച്ചാറും ഉണ്ടാക്കണം. കുറച്ച് മാങ്ങ എടുത്തിട്ട് മാറ്റി വെക്കണം, കാരണം എനിക്ക് കറിയിലേക്ക് മാങ്ങ വേണം. ഇതാ ഞാൻ നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്ന ചക്കക്കുരു. എനിക്ക് ചക്കക്കുരു മാങ്ങിയിട്ട കറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് മാങ്ങ എടുത്തു വെക്കും. പിന്നെ മീൻകറിയിലേക്ക് ഇടണം, ചമ്മന്തി ഉണ്ടാക്കണം, അതിനൊക്കെ എടുത്തു വെക്കും. ബാക്കിയുള്ളത് ഞാൻ അച്ചാറിടും. അപ്പം അച്ചാറിടുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ചെറിയ മാങ്ങ ഉണ്ട് കേട്ടോ, പുളിമാങ്ങ. അത് വേറെ മാവുമ്പത്തതാ, മറ്റേ കോമാങ്ങയാ. അപ്പം എൻ്റെ മാങ്ങ പറിക്കൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ മോഡൽ നിങ്ങൾ മാങ്ങ പറിച്ചാൽ മാങ്ങ കേട് വരില്ല. പഴുപ്പിക്കാൻ ഫസ്റ്റാട്ടോ, അങ്ങനെ പറിച്ചാൽ കേട് വരില്ലല്ലോ പിന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.